തലശ്ശേരിയിൽ കാരായി രാജന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ഫസൽ വധക്കേസ് വീണ്ടും ചർച്ചയാവുകയാണ്. ഫസൽ കേസിലെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് അറിയാമെന്നും മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് UDF ഈ വിഷയം വീണ്ടും ഉയർത്തുന്നതെന്നും തലശ്ശേരിയിലെ LDF സ്ഥാനാർത്ഥി കാരായി രാജൻ 24 പറഞ്ഞു. അതെന്തുകൊണ്ടാണ് വീണ്ടും ചർച്ചയാവുന്നത്? അത് SDPI പിന്തുണ കൂടി ചർച്ചയാവുന്ന മട്ടിലാണെന്ന് പറഞ്ഞാൽ SDPIയുടെ ഈ ഫസൽ വധക്കേസ് ഒരു പ്രമാദമായ വധക്കേസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ ഈ കാരായി രാജന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ SDPIക്കാർക്ക് ഒരു അമർഷവും ഇല്ലേ, ഒന്നും പറയാനില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ആ പാർട്ടിക്കകത്ത് തന്നെ ചോദ്യങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ആ പ്രതികരണം കാരായുടെ വാക്കുകളിലേക്ക്. തലശ്ശേരി മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി കാരായി രാജനൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. അദ്ദേഹം കതിരൂരിൽ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുകയാണ്. തലശ്ശേരി മണ്ഡലത്തെക്കുറിച്ച് നമുക്കറിയാം, രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ ഇടതുപക്ഷത്തെ മാത്രം പിന്തുണച്ച ചുവന്ന കോട്ടയാണ്. ആ കോട്ട കാക്കാൻ ഇത്തവണ LDF നിയോഗിച്ചിരിക്കുന്നത് കാരായി രാജനെയാണ്. എങ്ങനെയുണ്ട് ആളുകളുടെ പ്രതികരണം? പ്രതീക്ഷ എത്രത്തോളമാണ്? ജനങ്ങൾ വളരെയധികം ആവേശത്തിലാണ്. ഇടതുപക്ഷ മുന്നണിയുടെ അനുഭാവികളടക്കം എല്ലാവരും സജീവമായി രംഗത്തിറങ്ങിക്കഴിഞ്ഞു. അത് മുൻകാലങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരാവേശകരമായ അനുഭവമായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങളിലൊന്ന്, ഒരു ഇടതുപക്ഷത്തിൻ്റെ തുടർഭരണം കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഭൂരിപക്ഷം കഴിഞ്ഞ തവണയൊക്കെ 20,000-ന് മേൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഇത്തവണ ഭൂരിപക്ഷം ഉയർത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. ഭൂരിപക്ഷം ഉയർത്തുക എന്നതല്ല ലക്ഷ്യം, കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കുക. ഇടതുപക്ഷ സർക്കാരിനും ഈ നാട്ടിൽ ഇടതുപക്ഷ പ്രവർത്തകർ നടത്തിയ ജനസേവനത്തിനുമുള്ള അംഗീകാരം അത് വോട്ടിൽ പ്രതിഫലിപ്പിക്കുക. അതാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. നമ്മളിപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് വേദിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഈ ഫസൽ വധം അടക്കമുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചാണ് അവിടെ പരിപാടികൾ നടത്തുന്നത്. അതിലൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമോ ഏതെങ്കിലും തരത്തിൽ? അതവർ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ, അത് പറയുന്നത് നമുക്ക് ഗുണം ചെയ്യും. കാരണം ഇത്തരം നെറികേടുകൾ വിശ്വസിക്കുന്ന ആളുകളല്ല ഈ നാട്ടിലുള്ളത്. ജനപ്രതിനിധിയായി വന്നു കഴിഞ്ഞാൽ തലശ്ശേരിയിൽ കൊണ്ടുവരാൻ പോകുന്ന വികസന കാഴ്ചപ്പാടുകൾ എന്തൊക്കെയായിരിക്കും? തലശ്ശേരിയെ വികസിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികൾ LDF ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിലിപ്പോൾ മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ വികസനം, ജനറൽ ആശുപത്രിയുടെ വികസനം, തലശ്ശേരി പട്ടണത്തിൻ്റെ വികസനം, ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്ന, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ. എന്തായാലും അദ്ദേഹം പറയുന്നത് വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതാണ് ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത്. ഫസൽ വധമടക്കമുള്ള കാര്യങ്ങൾ കോൺഗ്രസും BJPയും ഒക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ചർച്ചയാകില്ല, അതൊന്നും വോട്ടാകില്ല എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. കതിരൂരിൽ നിന്നും രജീഷ് കരിവള്ളൂരിനൊപ്പം അജീഷ് ശിവകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.